നമ്മളെ വാവൻ്റെ തെങ്ങാണ്. അത് നമ്മൾ എവിടെ നിന്ന് ഇത് വാങ്ങിയത്? തൂരുന്നല്ലേ? ഓട്ടോറിക്ഷയിൽ പോയി വാങ്ങിയല്ലേ നമ്മൾ? എന്നാൽ പറഞ്ഞു കൊടുക്കേ. ആ ഇതാ ആരുടെ തെങ്ങ്? തെങ്ങ് വാവൻ്റെ ആണ്. ആയിക്കോട്ടെ. ഇത് എത്ര കൊല്ലം കൊണ്ട് കായ്ച്ചും? 2 കൊല്ലം കൊണ്ട് കായ്ച്ചു എന്ന് പറഞ്ഞു അല്ലേ? എന്ത് തേങ്ങൻ്റെ കളറ്? പട്ടൻ്റെ പച്ച കളറല്ല, ഈ പട്ടൻ്റെ കളറ്. ചുവന്ന തേങ്ങ കേട്ടോ. ഇതെങ്ങനെ നമ്മൾ കുഴിച്ചിട്ടപ്പോൾ എന്തൊക്കെ ഇതിലിട്ടിക്കണ്? ആ ഇലകളിട്ടു, മണ്ണിട്ടു, ആട്ടുംകാട്ടിട്ടു, പിന്നെ എല്ലും പൊടി ഇട്ടു, ഉപ്പിട്ടില്ലേ? ഉപ്പിട്ടു, പിന്നെ കുഴിച്ചിട്ടു. മണ്ണൊക്കെ കലർത്തിങ്ങാണ്ട് കുഴിച്ചിട്ടു അല്ലേ? എന്നിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് പിന്നെ കുറേ ചമ്മലാളിട്ടു. പിന്നെ എന്നും നനച്ചു കൊടുക്കലുണ്ടോ? എപ്പോഴാണ് നനച്ചു കൊടുക്കല്? രാവിലെയും ഉച്ചക്കല്ല, രാത്രിയല്ലേ, വൈകുന്നേരമല്ലേ? 2 നേരം നനച്ചു കൊടുക്കും. ഇപ്പോൾ വലുതായിക്കണോ കൂടുന്നില്ലാറെ? ഒരു പട്ട ഇട്ടു അല്ലേ? ഓക്കെ. ഇതേതോ മരം? എൻ്റെ മരമാണല്ലോ അത്. റംബുട്ടാനോ? ഇത് ചിക്കു അല്ലേ? ഉണ്ടായിക്കണോ? ഒന്ന് കാണിച്ചു കൊടുത്ത പൊട്ടൊക്കെ എവിടെ? അതോ? ഇതിപ്പോൾ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടായതാ? കുറേ ഉണ്ടോ? എവിടെയൊക്കെ കാണിച്ചു കൊടുക്കേ? ഇതൊക്കെ അല്ലേ? പിന്നെ എവിടെ? ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടായതാ? നിറച്ച് പൂവുണ്ട് അല്ലേ? അപ്പോൾ ചിക്കു നമ്മൾ കുഴിച്ചിട്ട്. ഇത് നനക്കലുണ്ടോ? എപ്പോ? അവിടെ ഉണ്ട്. എപ്പോഴാണ് നനക്കല്? രാവിലെയും ഉച്ചക്കല്ലേ? വൈകുന്നേരമല്ലേ? അപ്പോൾ ഇത് ഉഷാറായിക്കണം കേട്ടോ. ചിക്കു നിറച്ചുണ്ടായിക്കണല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കുമാരല്ലേ? അപ്പോൾ എനക്ക് തന്നെ പറിച്ചാനുള്ളൂ അല്ലേ? അടിയിൽ നിന്ന് ഇങ്ങനെ എത്തും അല്ലേ? പോത്തിട്ട് പറിച്ചാൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ പറിച്ചാൽ പിന്നെ കേട് വരുമല്ലോ. അപ്പോൾ നല്ല ഉഷാറായിക്കണം ചിക്കു. നല്ല നോക്കണുണ്ട് വാവ. രാവിലെയും വൈകുന്നേരം നനക്കും അല്ലേ? നല്ല നോക്കണം കേട്ടോ. പറിച്ചുമ്പോൾ ഉപ്പച്ചനോട് പറയണം. വാവ ജി പിടിച്ചിക്കണ മറിയാതാ? ചീര അല്ലേ? എന്താ ഷുഗർ ചീരേ? ഇത് നനക്കലുണ്ടോ? ഇപ്പം നനക്കലില്ല അല്ലേ? നനക്കണ്ട, വലിയ മരം ഇരിക്കണല്ലേ? ഇത് നമുക്ക് വെട്ടി കൊടുക്കണം കേട്ടോ. ഒക്കെ വലിയ മരം ഇരിക്കണം. കുഴിച്ചിട്ടപ്പോൾ ചെറിയൊരു കൊമ്പ് കുഴിച്ചിട്ടാണ്. ഇതേ ഷുഗർ ചീരയാണ് ഇത്ര അല്ലേ? ഷുഗറൊക്കെ നോർമലാക്കാൻ പറ്റുന്ന ചീരയാണെന്നപ്പോൾ പറയണം. നല്ല മരം ഇരിക്കണം. ഞാൻ ആവശ്യമില്ലവർക്ക് കൊമ്പ് കൊടുക്കുമോ? ഇതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊമ്പ് മുറിച്ച് കൊടുക്കുമോ? എന്നാൽ ഒരു വേണമെങ്കിൽ പറയട്ടെ അല്ലേ? ഒരു വന്നോട്ടെ. നമുക്ക് ഓരോ കുടിയിലേ കുഴിച്ചിടാൻ വേണ്ടി കൊമ്പ് മുറിച്ച് കൊടുക്കാം കേട്ടോ. വലിയ മരം ഇരിക്കണ് പറഞ്ഞോണ്ടി കേട്ടോ. പിലാവിലെ ഇതാൻ്റെ തന്നെ? ചക്ക ഉണ്ടായിക്കണോ? തൊടണ്ട, ഒന്ന് കാണിച്ചെന്നാ. 1 ഉണ്ട്. ഇതിപ്പോൾ ചക്ക ഉണ്ടാകുന്ന കാലമല്ല അല്ലേ? എന്നിട്ടും ചക്ക ഉണ്ടായിക്കണല്ലേ? ഇതിപ്പോൾ കുഴിച്ചിട്ടിട്ട് എത്രയായി? 4 മാസം. 4 മാസം ആകുമ്പോഴത്തേക്കും ചക്ക ഉണ്ടായി. അപ്പോൾ നല്ല മെച്ചാണ്. നനക്കലുണ്ട് ജി? എപ്പോ? ഉമ്മച്ചി നനക്കല്? രാവിലെയും വൈകുന്നേരം നനക്കൂലേ? ജന്നല്ലേ നനക്കണേ? ഉമ്മച്ചിജും. ഇതിനെ മോള് വെട്ടി കൊടുത്തിക്കണല്ലേ? വെട്ടി കൊടുക്കണേ, അല്ലെങ്കിൽ അത് മേലേക്ക് പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തല ഇങ്ങനെ വെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊമ്പും ചില്ലി ഉണ്ടാവും. അപ്പോൾ നിറച്ച് ചക്ക ഉണ്ടാവും. നല്ല നോക്കണം കേട്ടോ.
അപ്പോൾ ഉഷാറായിക്കണം കേട്ടോ എൻ്റെ ചക്കമരം. ഇതെന്താ വാവേ? മരുന്ന് നമ്മൾ ചോറ്റക്ക് മല്ലിച്ചപ്പം അല്ലേ? ആ ഇതെങ്ങനെ ഉണ്ട്? നല്ല വാസന ഉണ്ടാക്കാം. ചെറിയൊരു ഇലൻ്റെ പുട്ടടിക്കാം അവിടെ. ഓ ഭയങ്കര വാസനയാണ്. ഇത് കുഴിച്ചിട്ട് രണ്ടാളും കൂടെ കൂടി കുഴിച്ചിട്ടാണ് അല്ലേ? കുഴപ്പമില്ല, നല്ല വാസന. ചോറ്റക്ക് ഇടാൻ കേട്ടോ. നനക്കലുണ്ട് ജി? ഉഷാറായി. 2 ഉണ്ട് അല്ലേ? 3 ഉണ്ടല്ലേ? അവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. എന്താ ആവേ? കറുവത്ത് മാറല്ലേ? നാടൻ കറുവത്തെ? സാധാ എന്നെ നാടൻ കറുവത്തെ, സാധാ കറുവത്ത അല്ലേ? നനച്ചിക്കണോ? ആ നനച്ചിക്കണല്ലോ. അപ്പോൾ ഇജ്ജ് നല്ല നോക്കണുണ്ട് അല്ലേ? അപ്പോൾ ഉണ്ടാവട്ടെ കേട്ടോ, നല്ല നോക്കണം കേട്ടോ. വലിയ കറുവത്താവട്ടെ. ഇതിപ്പോൾ ഏതാ ഇജ്ജ് പിടിച്ചിക്കണ മരം ഏതാ? ഇങ്ങോട്ട് നോക്ക്. അടക്കാപ്പായോ? ആ അടക്കാപ്പായോ. ഇതും ഉണ്ടായിക്കണോ? അതുമെന്നല്ലേ നമ്മൾ കുറേ പറിച്ച്? ആ ഒരു 10-50 പറിച്ച് തിന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇജ്ജ് വന്ന് തിന്ന്. ആ അതാണല്ലത്. ഇതിൻ്റെ കൊമ്പൊക്കെ വെട്ടി കൊടുത്തിക്കാണേ മേലെ. ഇത് വലുത് മരമായിട്ട്. ഇത് ഈ അടക്കാപ്പായ ഇവിടുത്തെ അടക്കാപ്പായ തൂരിന്ന് വാങ്ങിയതാണല്ലേ? ഏതാ അടക്കാപ്പായ അറിയോ? ഉള്ള് കറുപ്പോ? പിങ്ക് അല്ലേ? പിങ്ക് കളറുള്ള ഉള്ളു, പിങ്ക് കളർ അല്ലേ? നല്ല മധുരം ഉണ്ട് അല്ലേ? ഇനി ആവശ്യമില്ലല്ലോ വന്നോട്ടെന്നാ. ഇജ്ജ് കൊടുക്കോ അടക്കാപ്പായം വന്നാൽ? നനക്കലുണ്ടോ? നോക്കട്ടെ. ആ ഉഷാറായി നനച്ചിക്കണം. ഏതായാലും ഉഷാറായിക്കണം കേട്ടോ. നിറച്ച അടക്കാപ്പായം ഉണ്ടായിരുന്നു അല്ലേ? കൊമ്പ് മേലെ വെട്ടി കൊടുത്തിക്കണേ അങ്ങോട്ട് മറിഞ്ഞിട്ട്. അതെന്താ ഇപ്പോൾ തൊട്ടിക്കണേ? നോക്കട്ടെ ശരിക്കും മാറിന്നാ. അതാലോചിച്ചിട്ട് പടം മുളച്ചതാ? അവിടെ ഓട്ടോമാറ്റിക് ഉണ്ടായതാ? എന്നാലും നോക്കിയാൽ മുളക് കിട്ടും കേട്ടോ. നനച്ചാൽ ഉഷാറായിക്കണം കേട്ടോ. ഇതെന്താ? മുല്ലപ്പൂവോ? ഈ കൃഷിൻ്റെ അടിയിൽ മുല്ലപ്പൂവ് ഉണ്ടോ? ആയിക്കോട്ടെ, രസമാണ്. മുല്ലപ്പൂവ് വെട്ടി കൊടുത്തിക്കുക. ആ പൂവുണ്ടായിരുന്നു അതിമേ? ഉണ്ടായിട്ടില്ലേ? എന്നാലും നല്ല നനച്ചു കൊടുക്കോണ്ടി. മുല്ലപ്പൂ ഉണ്ടായാൽ നമുക്ക് ഉഷാറാക്കാം. നല്ല വാസന ഉണ്ടാവും കേട്ടോ. ആ മുല്ലപ്പൂ കൊണ്ട് പൂവുണ്ടാക്കിയാണ്ട് തലയിലൊക്കെ കിട്ടും പെൺകുട്ടികൾ. ആൺകുട്ടികൾ എന്തിനാ കിട്ടണം? ഈ പിടിച്ചിക്കണ മരം ഏതാ? അപ്പോൾ എനിക്ക് മനസ്സിലായോ. ഇതേതാ? റംബൂട്ടാ. ഇതാണ് അല്ലേ? ഇതും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടാവാനായിക്കണ് സംഗതി. വലിയ മരം അയക്കണ്. എത്ര വലിയ മരം അയക്കണല്ലേ? ഇത് നനച്ചു കൊടുക്കലുണ്ടോ? ഇതേ നമ്മൾ മോള് വെട്ടി കൊടുത്തിക്കുകയാണല്ലോ അല്ലേ? വലിയ മരമായിട്ട് കൊമ്പും ചില്ലൊക്കെ വെട്ടി കൊടുത്തപ്പോൾ തെത്ത് വരുന്നുണ്ട് അല്ലേ? ഇനി അടുത്തോളം ഉണ്ടാവും റംബൂട്ടാൻ. ഇത് ചുവന്ന റംബൂട്ടാനാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഉഷാറാവട്ടെ കേട്ടോ. നല്ല നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എത്ര റംബൂട്ടാൻ ഉണ്ട് ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ? 2 ഉണ്ടോ? ഒന്ന് ഇതാണ് അല്ലേ? മറ്റേതോ? മറ്റേത് മറ്റേ ഇവിടെ റംബൂട്ടാൻ ഉണ്ടല്ലേ? നോക്കട്ടെ. ഇത് വെട്ടി കൊടുത്തിട്ടില്ല? കുറച്ചൊക്കെ വെട്ടി കൊടുത്തിക്കണല്ലേ? എനിക്ക് എത്തുമല്ലോ. റംബൂട്ടാനത്ത് മരത്ത് മറ്റി കയറലുണ്ടോ? കയറാനായിട്ടില്ല, ചെറിയ കൊമ്പാണ്, പൊട്ടും. നനച്ചു കൊടുക്കലുണ്ടോ? റംബൂട്ടാൻ ഉണ്ടാവാനായിക്കണല്ലേ? ഉണ്ടായാൽ ഇത് ആർക്കെങ്കിലും കൊടുക്കുമോ? ചോദിച്ചവർക്ക് കൊടുക്കണം കേട്ടോ. കൊടുക്കൂല്ലേ? എല്ലാവരും കൊടുക്കും. അപ്പോൾ എൻ്റെ തോട്ടത്തെ മല്ലികപ്പൂവോ? ഇതൊക്കെ ആരെ കുഴിച്ചിട്ട്? ഉമ്മച്ചി കുഴിച്ചിട്ടാ? കുഴപ്പമൊന്നുമില്ല, രസമുണ്ട് കേട്ടോ. ഈ കൃഷിൻ്റെ അടിയിൽ ചെടികളാകുമ്പോഴേ പിന്നെ കൃഷി ഉഷാറാവും അല്ലേ? ഞാനിങ്ങനെ വരുമ്പോൾ. വേറെന്താ ഇവിടെ ഉണങ്ങിയേക്കണല്ലോ ഒരു മരം? അതേതാ? അപ്പോൾ ആ തൊട്ടിക്കണത് ഏതാ? ആ മുള്ളുണ്ടല്ലോ, റോസാ പൂവാ? അതിന് തൊടണ്ട, ഉണങ്ങിയിരിക്കണം. ഇപ്പോൾ കുഴിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നാളെ കുഴിച്ചിട്ടാ? ഉണ്ടാവുന്നുണ്ട്. ഇജിപ്പോൾ എന്താണ് പിടിച്ചിക്കണേ?
ഏ നാരങ്ങ ആ നാരങ്ങ ഉണ്ടായിക്കണല്ലോ ഇമേ 2-3 നാരങ്ങ ഉണ്ടായിക്കണേ ഇത് എന്ത് നാരങ്ങ വെള്ളം കളിക്കണ നാരങ്ങ കുരില്ലാത്തല്ലേ ഇത് നനച്ചിക്കണല്ലോ ഇതിന് ഉഷാറായിക്കണല്ലോ അപ്പോൾ നാരങ്ങ എവിടുന്ന് വാങ്ങിയേ പാണ്ടിക്കാടുന്നോ നനച്ചു കൊടുക്കലുണ്ടോ ജി അപ്പം എവിടെ നിൽക്കണേ മാങ്ങ തയ്യുമ്പോണില്ല മാങ്ങ തയ്യൊന്നല്ല വലിയ മരം അയക്കണ് ഏതാ മാങ്ങ നല്ല രസമുള്ള മാങ്ങ നീല മാങ്ങ വലിയ മാങ്ങയാണല്ലോ മുച്ചി ഇത് ഉണ്ടായിന്നോ കഴിഞ്ഞാലും ഉണ്ടായിന്നോ ആ ആർക്കും കൊടുത്തില്ല ഇജ്ജ് ഒറ്റക്ക് തിന്ന് കുറച്ചുള്ളേന്ന് തോന്നുന്നല്ലേ കൊല്ലം തോനുണ്ടാവും തോന്നുന്നു വലിയ പന്തൽ വലിയ കൊമ്പൊക്കെ ഇട്ടിക്കും കേട്ടോ ഇജ്ജ് നനച്ചു കൊടുക്കലുണ്ടോ നോക്കട്ടെ അടിയിൽ വളമൊക്കെ കൊടുക്കണ്ടല്ലേ ഇജ്ജ് ശ്രദ്ധിക്കണുണ്ടോ അപ്പോൾ അല്ലേ ഇതേതാ വാവേ ചക്കമരം പിലാവില്ലേ ഇതാരാ വെച്ചിട്ട് ആ ഇങ്ങോട്ട് നോക്ക് ഇജ്ജും വെച്ചോ അപ്പം നമ്മളതൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ അല്ലേ ഒക്കെ തന്നെ നനച്ചു കൊടുക്കലുണ്ടോ ശ്രദ്ധിക്കണുണ്ടോ നല്ല നോക്കിയാൽ നല്ല ചക്ക ഉണ്ടാവും ചക്ക ഉണ്ടായിക്കണല്ലോ അല്ലേ എവിടെ ആ വലിയ ചക്ക കഴിക്കണേ പറച്ചാനായിട്ടുണ്ടാവില്ല അല്ലേ ചക്ക 2 ഉണ്ടായിക്കണല്ലേ ചക്ക ബാക്കിയൊക്കെ ചെറുത്താണ് അല്ലേ ചക്ക ഇത് ചക്ക ഉഷാറായിക്കണോ പല നനച്ചു കൊടുക്കലുണ്ടാവും അല്ലേ ഞാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതേതാ വാവേ കരിവേപ്പിൻ്റെ അല്ലേ ഇത് ഉഷാറായിക്കണല്ലോ ഇജ്ജ് നനച്ചു കൊടുത്തിട്ടാ ആ വലിയ മരം അയക്കണം ഇനി വെട്ടി കൊടുക്കണത് അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ അതിന് കുറേ കൊമ്പും ചില്ലുകളൊക്കെ വന്ന് വലിയ നല്ല പടർന്ന് പിടിച്ചു കേട്ടോ അമ്മച്ചനോട് പറഞ്ഞാൽ മതി കേട്ടോ ഉഷാറായിട്ട് നോക്കട്ടെ തടിയൊക്കെ നോക്കട്ടെ നനച്ചിക്കണോ ഓക്കെ ഉഷാറായിക്കണം കേട്ടോ ഇതേതാണ് അവേ റോസാപ്പൂല്ലേ ഇതിപ്പോൾ കുഴിച്ചിട്ടതാ ആരെ കുഴിച്ചിട്ടേ ആ കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് തേത്ത് വരുന്നുണ്ട് കേട്ടോ ഇതേതാ വാവേ ചക്കന്മാരല്ലേ ഇതിപ്പോൾ കുഴിച്ചിട്ടിട്ട് കുറേ ഇരിക്കണോ എത്രയായി 2 ദിവസമായിട്ടുള്ളൂ 4 ദിവസമായില്ലേ ആ കുഴപ്പമില്ല അതിന് തുടൽ വലിച്ചാൻ പാടില്ല വലിച്ചാലേ അതിൻ്റെ ഇത് പൊട്ടും ഇത് നനച്ചു കൊടുക്കലുണ്ടോ പുല്ലൊക്കെ പറിച്ചിടുന്നുണ്ട് അല്ലേ ഇവിടെ ഇത് നല്ലോണം നോക്കുന്നുണ്ട് എൻ്റെ കൃഷികളൊക്കെ കേട്ടോ ഞാൻ അതിന് നമുക്ക് ഇവിടെ ചുറ്റോറിങ്ങനെ കുത്തിയാണ്ട് മുള്ളെന്തേലും വെക്കേണ്ടി വരും കേട്ടോ ആടുകൾ കോഴികളൊന്നും കടിച്ചാക്കാൻ ഇതേമാർക്ക് കുഴിച്ചിട്ട മരം തന്നെയാണ് അതേ അല്ലേ വലിയ മരമായി കുഴിച്ചിട്ടപ്പോൾ ഇത്ര ഉള്ളായിരുന്നു അപ്പോൾ ഇജ്ജ് നല്ല നോക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ എൻ്റെ തന്നെ അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ മുല്ലപ്പൂവാണ് അല്ലേ നോക്കട്ടെ ഇതൊക്കെ നോക്കാം ഇതൊക്കെ ഇത് കുഴിച്ചിട്ട നനക്കലുണ്ടോ ഇതേതാ മരം അതേതാ ഇതേതാ പൂവ് ഇതേതാ ഉണ്ടമല്ലിക നോക്കട്ടെ ഉണ്ടമല്ലിക ഉറക്കല പറയണേ ഇജ്ജ് കേൾക്കണില്ല പറയണേ എന്താണ് ഇതിൻ്റെ പേര് ഉണ്ടമല്ലിക അതേ ഇത് ഉണങ്ങിയതൊക്കെ വിത്തിന് പറ്റൂലേ ആർക്കെങ്കിലും കൊടുത്തോണ്ട് ആവശ്യമില്ല കേട്ടോ ഇവിടെ എന്താ ഈ വന്നിക്കണ അറിയാം എനിക്ക് ഈ ഇത് പാറി കളിക്കണേ എന്താ ഈ വന്നിക്കണത് അറിയാം എനിക്ക് അല്ല ഇത് തേനീച്ചകളാണ് തേനീച്ചകൾ പൂവുന്നേ തേൻ കുടിക്കാൻ വേണ്ടി വന്നിക്ക ചെറിയ തേനീച്ച കുത്താത്ത തേനീച്ചയാണ് കേട്ടോ കുറേ ഉണ്ട് കണ്ടില്ലേ തേനീച്ചകൾ പൂവുന്ന് തേനെടുക്കും അതാണ് ഈ കാണുന്നത് മനസ്സിലായില്ലേ ആ നല്ല തേനുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ മുല്ലയാണ് അല്ലേ ഇതൊക്കെ എൻ്റെ തന്നെയാണ് അല്ലേ ഇനി വേറെ ഏതാ ഇതൊക്കെ പിന്നെ ഇതുമ്പോൾ ഇതുണ്ടായിരുന്നോ മുല്ല ഉണ്ടായിരുന്നോ മുല്ലപ്പൂവ് എവിടെ കാണുന്നില്ല ആ മുല്ലൻ്റെ മുട്ട് അല്ലേ ഇനി വലുതാവും വേറെ ഇടക്കിടക്ക് മുല്ല പിന്നെ മല്ലിക അപ്പം ഇജ്ജ് എൻ്റെ വീട് ശരിക്കും നോക്കണുണ്ട് ഇതേ സാധനം മല്ലിക തന്നെയാണല്ലോ അല്ലേ ഓക്കെ ഓക്കെ
ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ഉഷാറാണല്ലേ. ഇതെന്താ വാവേ? ആ മതിലിൻ്റെ തൂണിൻ്റെ നേരെ ചാരി ഉണ്ടച്ചെടി കുഴിച്ചിട്ടിരിക്കണം. ഇത് വലുതായാൽ നല്ല രസം ഉണ്ടാവും അല്ലേ? ആരാ കുഴിച്ചിട്ട്? ഇജ്ജില്ലേ? ഒക്കെ ഇജ്ജ് തന്നെയാണല്ലോ. ഇജ്ജ് നല്ല നോക്കണുണ്ടല്ലോ ഇവിടെ. ഇതിങ്ങനെ വെട്ടി കൊടുത്താൽ നല്ല ഉഷാറാവും കേട്ടോ. വെട്ടി കൊടുത്തിനോ? നനക്കലുണ്ടോ? ഓക്കെ എന്നാ. ഇതെന്താ? ആ ഉണ്ടച്ചെടി തന്നെയാണ്, പക്ഷെ അത് വലുതായിട്ടില്ല, അത്ര വലുതായിട്ടില്ല. അപ്പം പിന്നെ കുഴിച്ചിട്ടേക്കാറല്ലേ. പിന്നെ ഇതിലങ്ങനെ നിറച്ച് മുല്ലകൾ പിന്നെ മല്ലികകൾ കുഴിച്ചിട്ടില്ലേ? ഒക്കെ കുഴിച്ചിട്ട് തന്നെ നനച്ചു കൊടുക്കലുണ്ടാവൂലേ? ഇങ്ങോട്ട് പോരെ. ഞാൻ അവിടെ വേറൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് ഇതിൽ പോരെ. മല്ലികകൾ ഉഷാറായിട്ട് കുഴിച്ചിട്ടുണ്ട്. ഞാനേ എല്ലാവരും പൂക്കളും തൈകളൊക്കെ കുഴിച്ചിടാൻ പറ. ഉഷാറാവട്ടെ കേട്ടോ.